മീൻസ് ഞാൻ റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു മിക്സ്ഡ് അച്ചാറിടാൻ പോവുകയാണ്. ഇത് ഓമക്കായാണ്, ഇത് ക്യാരറ്റാണ്, ഇത് പച്ചമുളകും വേപ്പിൻ്റെലയാണ്, ഇത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്, ഇത് ചെറുനാരങ്ങയാണ്. സുർക്ക, മുളക് പൊടി 2 സ്പൂണ്, കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, പിന്നെ അച്ചാർ പൊടി 1 സ്പൂണ്, കായം 1/2 സ്പൂണ്, കടുക് 1 സ്പൂണ്, ഉലുവ 1 സ്പൂണ്. ഇത്ര ഇതിക്ക് വേണ്ടുള്ളൂ. ഇനി ഉപ്പ് വേണം. ഉപ്പ് ഇതാണ്, ഇത് 2 സ്പൂൺ ഉപ്പ് ഞാൻ ഇടും. ഉപ്പ് 2 സ്പൂൺ ഇടും. ഓക്കെ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാൻ പോകും. നല്ലെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അച്ചാറിന്. നല്ലെണ്ണ അതിലിട്ട് കഴിഞ്ഞാൽ അവർ കേടും വരാതെ കുറച്ച് കാലം സൂക്ഷിച്ച് നമുക്ക് വെക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിൽ കടുകും ഉലുവിട്ട് കൊടുക്കാം. കടുകും ഉലുവിട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ് ഉലുവ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടാൻ പോകുന്നത് നമ്മൾ അതൊക്കെ നന്നായി പൊട്ടി വരട്ടെ. അതിലേക്ക് ഇടാൻ പോകുന്നത് കരിവേപ്പില വേണം. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചാൽ കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചാൽ കൊടുക്കണം. ഞാൻ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. പച്ചമുളകൊന്ന് മാറി വെച്ചാൽ നമ്മൾ അതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് അത് ഒഴിച്ചു കൊടുക്കാനുണ്ട്. സുർക്ക ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കുറച്ച് സുർക്ക മതി. സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ 2 സ്പൂൺ ഉപ്പ് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഉപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറഞ്ഞിടപ്പോൾ 2 സ്പൂൺ മതി. നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റായി ആട്ടെ. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇടാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് 2 സ്പൂൺ തയ്ച്ചില്ല, 1.5 സ്പൂൺ എന്ന് പറയാം. അതിൽ മുളക് പൊടി കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായി ഒന്ന് ഇളങ്ങി ഇത് തിളച്ച് വരട്ടെ. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി തിളച്ച് വരട്ടെ. ഇനി നമുക്ക് അതിൽ കായത്തിൻ്റെ പൊടി ചേർക്കാം. നന്നായി തിളക്കുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കായത്തിൻ്റെ പൊടി 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായി ഒന്ന് ഇളകി വരണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിരിക്കുന്നു. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നതാണ് പച്ചമുളക് അരിഞ്ഞത്. പച്ചമുളക് അരിഞ്ഞായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്നതാണ് നമ്മൾ ഓമക്കായ നന്നായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓമക്കായ അധികം വേവാൻ പാടില്ല. ഒരു മീഡിയം സൈസിൽ ആണ് വേണം. നാരങ്ങ ഇട്ട് കൊടുക്കുന്നത്. നാരങ്ങ കൊടുക്കുന്നില്ല. ഓമക്കായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓമക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓമക്കായ ഇട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് നമ്മൾ നന്നായി യോജിപ്പിച്ച് വരട്ടെ. സുർക്ക പോരായുണ്ട്. അപ്പോൾ സുർക്ക ഒരു തുള്ളി ഇനി അതിൽ കാണുന്ന സെറ്റാട്ടെ. കാരണം ചാറ് വേണം, അച്ചാറിൻ്റെ ചാറ്. ഇങ്ങനെ സെറ്റാട്ടെ. ഒന്ന് തിളച്ച് ആക്കുന്നുണ്ട്. ചെറുനാരങ്ങയാണ് ഇട്ടുള്ളത്. ചെറുനാരങ്ങയൊക്കെ പാടില്ല. അത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഓമക്കായും ക്യാരറ്റും പച്ചമുളകും ഉലുവയും കടുകും കായം
എല്ലാവരും മിക്സഡാണ്. അതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അച്ചാർ സെറ്റായി വന്നിട്ടുണ്ട്. നാരങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, ചെറുനാരങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റായി വന്നിട്ടുണ്ട്. നല്ല എരിവും പുളിവും ഒക്കെ ഉള്ളൊരു മിക്സഡ് അച്ചാറാണ്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഓക്കെ.